നിയമന തട്ടിപ്പ് പ്രതി ശരണ്യയ്ക്ക് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും ഭാര്യയുമായി അടുത്ത ബന്ധമുണ്ടെന്ന് ശരണ്യയുടെ അമ്മ. നിയമന തട്ടിപ്പിന് ഇരയായ ഒരാളോടാണ് അമ്മയുടെ അവകാശവാദം. പരാതിക്കാരനും ശരണ്യയുടെ അമ്മയും തമ്മിലുള്ള ടെലിഫോൺ സംഭാഷണം പീപ്പിൾ TV പുറത്തുവിട്ടു. ശരണ്യ പിടിയിലാകുന്നതിന് മുൻപാണ് ഈ ടെലിഫോൺ സംഭാഷണം നടന്നത്. പോലീസ് നിയമന തട്ടിപ്പു കേസിൽ ശരണ്യയുമായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്ക് അടുത്ത ബന്ധമെന്ന അവകാശവാദവുമായി ശരണ്യയുടെ അമ്മ. ശരണ്യയുടെ അമ്മയുടെ ശബ്ദരേഖയാണ് പീപ്പിൾ TV പുറത്തുവിട്ടത്. സംഭാഷണത്തിലുടനീളം ശരണ്യയുടെ അമ്മ വളരെ കൃത്യമായി ആഭ്യന്തരമന്ത്രിയുടെ പങ്ക് വ്യക്തമാക്കുന്നു. ചെന്നിത്തലയുടെ ഭാര്യയുമായും ശരണ്യയ്ക്ക് അടുത്ത ബന്ധമെന്നാണ് അമ്മയുടെ അവകാശവാദം. നിങ്ങൾ ഈ ചെന്നിത്തലയ്ക്ക് എസ്കോർട്ട് പോയെന്ന് പറഞ്ഞ ഉള്ളതാണോ? എസ്കോർട്ട് പോയെന്നോ? അതെന്റെ മോള് വന്നു കഴിഞ്ഞിട്ട് വേണമെന്നുണ്ടെങ്കിൽ അവരെ കൊണ്ട്, വേണമെങ്കിൽ അയാളുടെ PA കൊണ്ടോ അവരെ കൊണ്ടോ, അവരുടെ പെണ്ണുമ്പിള്ളയുടെ ഫോൺ നമ്പർ സഹിതമുണ്ട് ശരണ്യയുടെ കയ്യിൽ. അറിയാവോ? പിന്നെ ഗുരുവായൂർ അമ്പലത്തിൽ എന്റെ മോളുമായിട്ട് പോയിട്ട്, എന്റെ മോടെ കൂടെ തന്നെ വേറെ ആളും ഉണ്ടായിരുന്നു. അവർക്ക് പോയിട്ട് എന്റെ മോടെ മാല ആരോ വലിച്ചു പൊട്ടിച്ച് താലി പോയിട്ട് അവരാ താലി, ആ പെണ്ണുമ്പിള്ള താലി മാറ്റി എന്റെ മോക്ക് പേരില്ലാത്ത താലി മെനഞ്ഞാന്ന് അവള് പോകുന്നതിന് മുമ്പ് ഇവിടെ കൊണ്ടുവന്നു. വൈഫ് എന്തെല്ലാം മുതൽ എന്റെ കൊച്ചുമോക്ക് കൊടുത്തു വിട്ടെന്നറിയാവോ? നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുതന്നു. വീട്ടിൽ കൊണ്ട് തരുവാ എന്തോ, അതൊന്നും നിങ്ങൾ അറിയേണ്ട കാര്യമില്ല. അതൊന്നും നിങ്ങളിപ്പോ ഇതൊന്നും അറിയേണ്ട കാര്യമില്ല. ഞാനിപ്പം പിന്നെ മോനെ ഒരു അമ്മയാണെങ്കിലും തുറന്നു പറയും. നീ എവിടെ പിടിച്ചു വെച്ചോണ്ടിരുന്നാലും ശരി, ഞാൻ കള്ളം കാണിച്ചിട്ടില്ല, കള്ളം പറയത്തില്ല. എനിക്കത് ഇഷ്ടമുള്ള കാര്യം. എന്റെ മക്കൾ എന്റെ അടുത്ത് കള്ളം കാണിക്കാനും പറ്റത്തില്ല. കാണിച്ചു കഴിഞ്ഞാൽ അത് അന്നേരം അവിടെ വെച്ച് ഞാൻ വേണ്ട കാര്യങ്ങൾ ചെയ്യും. എന്റെ മക്കൾ എന്റെ മോനോട് ചോദിച്ചു നോക്ക്, എന്റെ മോനോടൊന്ന് ചോദിച്ചു നോക്ക്. ഒരു കള്ളം കാണിച്ചു കഴിഞ്ഞാൽ എന്റെ സ്റ്റാൻഡ് എന്ന് വെച്ചാല്, ഇപ്പം എന്റെ ഒരു സ്റ്റാൻഡ് എന്ന് വെച്ചാല്, എനിക്ക് ജോലി വേണ്ട. നിങ്ങൾക്ക് രമേശ് ചെന്നിത്തലയായിട്ട് പിടിയുണ്ടെങ്കിൽ നിങ്ങൾ വേറെ ഏതെങ്കിലും പാവപ്പെട്ട പിള്ളേർക്ക് ജോലി മേടിച്ചു കൊടുക്കും. എനിക്ക് ശരണ്യ നിന്റെ മുമ്പിൽ എന്റെ മോള് ഒരാളെങ്കിലും തൊപ്പി കയറിയിരിക്കും. ഞാൻ പറയുന്നത് എല്ലാവരും വേണ്ടാന്നാക്കിയില്ല. എല്ലാവരും നീ ഒരുത്തൻ വേണ്ടാന്നാക്കിയതാ. എല്ലാവരെയും ഒറ്റക്കറി നിൽക്ക. പിന്നെ അവിടെ നിന്ന് പിന്നെ എന്തുവാ, പിന്നെ കഞ്ഞിപ്പാറോ എന്തുവാ, പിന്നെ വടക്കങ്ങാണ്ടുള്ള ആ പയ്യനെ വരെ നീ വിളിച്ച് അവിടെ വരുത്തി നീ വേണ്ട കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിനെ ഞങ്ങളിവിടെ ഇടപെടുത്തി തന്ന ആള് വിളിച്ചപ്പോ അവൻ പറഞ്ഞു ഞാൻ ഞങ്ങളുടെ വീട്ടിലാന്ന് പറഞ്ഞു. അവൻ അങ്ങോട്ട് പോയിട്ടില്ലെന്ന് പറഞ്ഞു. അത് റെജിയാക്കി ഞങ്ങൾ സംസാരിച്ചോളാം. സംഭവം എല്ലാം ചെയ്തത്. മോന് നല്ല മാർഗം കിട്ടും. ഈശ്വര ഭാഗത്തുനിന്ന് മോന് നല്ല വഴി കിട്ടും. ഞാൻ കിട്ടിക്കോട്ടെ. ഞാനൊരു കാര്യം പറയട്ടെ. സംഭവം എന്റെ സ്റ്റാൻഡാ ഞാൻ പറഞ്ഞേ, മനസ്സിലായോ? അത് എന്റെ സ്റ്റാൻഡ് അങ്ങനെ ആകാൻ കാരണം നിങ്ങളുടെ മോളാ. നിന്റെ പൈസ അവിടെ എത്തിച്ചിരിക്കും. ഇന്ന് എന്റെ മോള് പോയിരിക്കുന്നത് പൈസ മേടിക്കാനാ പോയിരിക്കുന്നത്. ആ പൈസ മേടിച്ച് അവിടെ എത്തിച്ചിരിക്കും. ശരണ്യയുടെ അറസ്റ്റിന് ശേഷം തട്ടിപ്പിന്റെ പൂർണ്ണരൂപം പോലീസിന് നൽകിയിട്ടും ആരോപണ വിധേയരായ ഉന്നത വ്യക്തികളെ രക്ഷപ്പെടുത്താൻ പോലീസ് നടത്തിയ ശ്രമത്തെ തുടർന്നാണ് ഹരിപ്പാട് മജിസ്ട്രേറ്റിന് മുന്നിൽ ശരണ്യ രഹസ്യമൊഴി നൽകാൻ തീരുമാനിച്ചത്. ഈ മൊഴിയിൽ ആഭ്യന്തരമന്ത്രിയെയും ഓഫീസിനെയും പ്രതിക്കൂട്ടിലാക്കിയാണ് ശരണ്യ മൊഴി നൽകിയിരിക്കുന്നത്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ അന്വേഷണവും നടന്നിട്ടില്ല. മറിച്ച് ശരണ്യയുടെ കുടുംബത്തെ മാത്രം അറസ്റ്റ് ചെയ്ത് കേസ് അട്ടിമറിക്കുകയാണെന്ന ആക്ഷേപവും ഉയരുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. രാജ്യത്ത് അരക്ഷിതാവസ്ഥ നിലനിൽക്കുന്നുവെന്ന അമീർ ഖാന്റെ പരാമർശം തന്നെയാണ് ഇന്ന് രാജ്യാന്തര തലത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ടത്. ഇതിനെതിരെ BJP ആരോപണങ്ങളുമായി രംഗത്തെത്തിയിട്ടുണ്ട്. അമീർ ഖാന്റെ പരാമർശങ്ങൾ ആരാധകരെ അപമാനിച്ചുവെന്ന് BJP വ്യക്തമാക്കി. അമീർ ഖാന്റെ വാക്കുകൾ വിശ്വസിക്കാനാവുന്നില്ലെന്നും ഇന്ത്യക്ക് അസഹിഷ്ണുതയുടെ രാജ്യമാകുവാൻ കഴിയില്ലെന്നും BJP വക്താവ് സംബിത് പത്ര പറഞ്ഞു. അതേസമയം അനാവശ്യമായ കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞ് മറ്റുള്ളവരെ പരിഭ്രമിപ്പിക്കുകയാണ് അമീർ ഖാൻ ചെയ്തിരിക്കുന്നതെന്നാണ് BJPയുടെ ഔദ്യോഗിക പ്രതികരണം. അമീർ ഖാൻ ഇന്ത്യയിൽ സുരക്ഷിതനാണെന്നും അദ്ദേഹം ഇന്ത്യ വിട്ടുപോകേണ്ട ആവശ്യമില്ലെന്നും രാഷ്ട്രീയ പ്രേരിതമായി ഉയർന്നു വന്ന അസഹിഷ്ണുതാ പ്രചാരണങ്ങളാകാം അദ്ദേഹത്തിൽ നിന്നും ഇത്തരത്തിലൊരു പരാമർശം വരുവാൻ കാരണമെന്നും കേന്ദ്ര ന്യൂനപക്ഷകാര്യ വകുപ്പ് മന്ത്രി മുഖ്താർ അബ്ബാസ് നഖ്വി വ്യക്തമാക്കി. ഇന്നലെയാണ് അമീർ ഖാൻ രാജ്യത്ത് അരക്ഷിതാവസ്ഥ നിലനിൽക്കുന്നുണ്ടെന്നും ഇന്ത്യയിൽ നിന്ന് വിട്ടുപോകാമെന്നും ഭാര്യ കിരൺ തന്നോട് പറഞ്ഞതായുമുള്ള കാര്യങ്ങൾ വെളിപ്പെടുത്തിയത്. ദിവസവും പത്രങ്ങളിൽ വരുന്ന വാർത്തകൾ ഭാര്യ കിരണിനെ ഭയപ്പെടുത്തുന്നുണ്ടെന്നും അമീർ ഖാൻ വ്യക്തമാക്കിയിരുന്നു.
അതേസമയം ഇത്തരം പരാമർശം നടത്തിയതിലൂടെ അമീർ ഖാൻ ഇന്ത്യയിലെ അദ്ദേഹത്തിന്റെ ആരാധകരെ കൂടി അപമാനിച്ചിരിക്കുകയാണെന്നാണ് ഗവൺമെന്റിന്റെ ഭാഷ്യം. അമീർ ഖാന്റെ വാക്കുകളിൽ പ്രതിഷേധിച്ച BJP പ്രവർത്തകർ അമീർ ഖാന്റെ ചിത്രങ്ങളിൽ കരിയോയിൽ ഒഴിക്കുകയും ചിത്രങ്ങൾ കത്തിക്കുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക്. തുർക്കിയുടെ അപ്രതീക്ഷിത ആക്രമണമാണ് ഇന്ന് അന്താരാഷ്ട്ര തലത്തിൽ ചർച്ചയായത്. സിറിയൻ അതിർത്തിക്ക് സമീപം റഷ്യൻ യുദ്ധവിമാനം തുർക്കി വെടിവെച്ചിട്ടു. ടർക്കിഷ് വ്യോമാതിർത്തി ലംഘിച്ചതിനാലാണ് വിമാനം വെടിവെച്ചതെന്ന് തുർക്കി വ്യക്തമാക്കി. വിമാനം വെടിവെച്ചിട്ട വിവരം മോസ്കോയും സ്ഥിരീകരിച്ചു. സുഖോയ് വിഭാഗത്തിൽപ്പെട്ട യുദ്ധവിമാനമാണ് തുർക്കി വെടിവെച്ചിട്ടത്. പലതവണ മുന്നറിയിപ്പ് നൽകിയിട്ടും അതെല്ലാം ലംഘിച്ചതിനെ തുടർന്നാണ് വിമാനം വെടിവെച്ചിട്ടതെന്ന് തുർക്കി പ്രസിഡന്റുമായി അടുത്ത വൃത്തങ്ങൾ അറിയിച്ചു. ഇക്കാര്യം റഷ്യൻ മാധ്യമങ്ങളും വാർത്താ ഏജൻസികളും സ്ഥിരീകരിച്ചിട്ടുണ്ട്. എന്നാൽ വിമാനം സിറിയൻ അതിർത്തിയിലായിരുന്നുവെന്ന് റഷ്യ വ്യക്തമാക്കി. വിമാനം സിറിയൻ അതിർത്തിയിലൂടെ പറക്കുമ്പോഴാണ് തകർത്തതെന്നും റഷ്യ ആരോപിച്ചു. അതേസമയം റഷ്യൻ പ്രതിരോധ മന്ത്രാലയം ഇക്കാര്യത്തിൽ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. തുർക്കിയിലെ ഹബർടർക്ക് ടിവിയിൽ ഒരു വിമാനം തീപിടിച്ചു താഴേക്ക് പതിക്കുന്ന ദൃശ്യങ്ങൾ സംപ്രേഷണം ചെയ്യുകയും ചെയ്തു. വിമാനം വെടിവെച്ചിട്ട വിവരം മോസ്കോയും സ്ഥിരീകരിച്ചു. ഇന്റർനാഷണൽ ഡെസ്ക്. ഇനി അല്പം സ്മാർട്ട് ഫോൺ വിശേഷമാകാം. സ്മാർട്ട് ഫോൺ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ആകെ കൺഫ്യൂഷനാണിപ്പോൾ. വിലയും ഗുണവും മെച്ചവുമുള്ള സ്മാർട്ട് ഫോണുകളാണ് ഏവർക്കും ആവശ്യം. 7000 രൂപയിൽ താഴെ വിലയുള്ള ഒട്ടേറെ മികച്ച ഫോണുകൾ ഇന്ന് വിപണിയിൽ ലഭ്യമാണ്. സ്മാർട്ട് ഫോൺ എടുക്കാൻ ആഗ്രഹിക്കുന്നവരെ എല്ലാം കുഴയ്ക്കുന്ന കാര്യമാണ്. ഏത് ഫോൺ എടുക്കണം, ഏതെങ്കിലും എടുക്കാമെന്ന് വെച്ചാൽ തന്നെ ഫോണിൻ്റെ കോൺഫിഗറേഷൻ, വില, സ്റ്റോറേജ് തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം ആശങ്കയുണ്ടാകും. കുറഞ്ഞ വിലയിൽ നല്ല ഫോണുകളാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. 7000 രൂപയിൽ താഴെ വിലയിൽ ലഭിക്കുന്ന നല്ല സ്മാർട്ട് ഫോണുകൾ ഇന്ന് വിപണിയിൽ ലഭ്യമാണ്. മൈക്രോമാക്സിന്റെ സബ് ബ്രാൻഡായ യുവിന്റെ പുതിയ ഫോണാണ് യു യുണീക്ക്. 4G സൗകര്യം വരെ ലഭ്യമായിട്ടുള്ള യു യുണീക്ക് 4.7 ഇഞ്ച് HD ഡിസ്പ്ലേയോടുകൂടിയാണ് വരുന്നത്. കോണിംഗ് ഗൊറില്ല ഗ്ലാസ് 3 പ്രൊട്ടക്ഷൻ, 1.2 GHz 64-bit ക്വാൽകോം സ്നാപ്ഡ്രാഗൺ 410 ക്വാഡ് കോർ പ്രോസസർ, 1GB റാം, 8GB ഇന്റർണൽ സ്റ്റോറേജ്, 8 മെഗാപിക്സൽ പിൻ ക്യാമറ, 2 മെഗാപിക്സൽ ഫ്രണ്ട് ക്യാമറ എന്നിവയാണ് പ്രത്യേകത. വിലയാകട്ടെ വെറും 4999 രൂപ. വെറും 4990 രൂപ മാത്രം വില വരുന്ന ഫോണാണ് ലെനോവോ A2010. 4.5 ഇഞ്ച് സ്ക്രീൻ, 1GB റാം, 8GB ഇന്റർണൽ സ്റ്റോറേജ്, 5 മെഗാപിക്സൽ റിയർ ക്യാമറ, 2 മെഗാപിക്സൽ ഫ്രണ്ട് ക്യാമറ എന്നിവയുമുണ്ട്. മൈക്രോമാക്സ് ക്യാൻവാസ് എക്സ്പ്രസ് 2 ആണ് മറ്റൊരു താരം. 5999 രൂപയാണ് ഫോണിന്റെ വില. 5 ഇഞ്ച് HD IPS ഡിസ്പ്ലേ, 8GB ഇന്റർണൽ സ്റ്റോറേജ്, 13 മെഗാപിക്സൽ പിൻ ക്യാമറ എന്നിവയാണ് പ്രത്യേകത. മോട്ടറോള മോട്ടോ ഈ സെക്കൻഡ് ജെന്നിന്റെ വിപണി വില 6000 രൂപയാണ്. 3G 4G സൗകര്യം ഫോണിൽ ലഭ്യമാണ്. 4.5 ഇഞ്ച് ഡിസ്പ്ലേയുള്ള ഫോണിൽ 5 മെഗാപിക്സൽ പിൻ ക്യാമറയുമുണ്ട്. 6500 രൂപയുള്ള മൈക്രോമാക്സിന്റെ UU4 6999 രൂപയുടെ ഷവോമി റെഡ്മി 2 പ്രൈം എന്നിവയും സ്മാർട്ട് ഫോൺ വിപണി കീഴടക്കുകയാണ്. ന്യൂസ് ഡെസ്ക്. കൊല്ലത്ത് നടക്കാനിരിക്കുന്ന ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ സംസ്ഥാന വാർഷികത്തിനാവശ്യമായ ഭക്ഷ്യധാന്യങ്ങളും പച്ചക്കറികളും സ്വന്തം നിലയിൽ ഉൽപ്പാദിപ്പിക്കും. കൊല്ലം ജില്ലയിൽ 11 ഏക്കറിലെ നെൽകൃഷിയുടെ ഞാറുനടിയിൽ ഉത്സവാന്തരീക്ഷത്തിൽ നടന്നു. നാശത്തിന്റെ വക്കിലെത്തി നിൽക്കുന്ന കാർഷിക സംസ്കാരത്തെ നിലനിർത്താനും പുതിയ തലമുറയെ കൃഷിയിലേക്ക് ആകർഷിക്കുന്നതിനും ലക്ഷ്യമിട്ടാണ് പരിഷത്തിന്റെ ശ്രമം. കൊല്ലം തൊടിയൂർ അംബേദ്കർ ഗ്രാമത്തിലെ കുറ്റിയിൽ പാടത്തെ 3 ഏക്കർ തരിശുഭൂമിയിലാണ് ഭാഗ്യ ഇനത്തിൽപ്പെട്ട നെല്ലിന്റെ ഞാറ് നട്ടത്. തൊടിയൂർ പഞ്ചായത്തിലെ നാട്ടുകാരുടെയും കർഷക തൊഴിലാളികളുടെയും ജനപ്രതിനിധികളുടെയും സഹകരണത്തോടെ രൂപീകരിച്ച പാടശേഖര സമിതിയാണ് കൃഷിക്ക് നേതൃത്വം നൽകുന്നത്. ഈ ഏല ഉൾപ്പെടെ ചടയമംഗലം, അഞ്ചൽ എന്നിവിടങ്ങളിലായി ആകെ 11 ഏക്കറിലാണ് നെൽകൃഷി. ഞാറുനടിയിൽ നേരിട്ട് കാണാനെത്തിയ തൊടിയൂർ SPSSലെ വിദ്യാർത്ഥികൾ ഞാറ്റുപാട്ടുപാടി ഐക്യദാർഢ്യവും പ്രഖ്യാപിച്ചു. 53-ാം വാർഷികം കൊല്ലം ജില്ലയിൽ വെച്ചാണ് നടക്കുന്നത്. ആ സമ്മേളനത്തിന് ആവശ്യമായിട്ടുള്ള ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ എല്ലാം തന്നെ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ പലതരത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. സാമ്പത്തികമായി വിജയിച്ചാലും വിജയിച്ചില്ലെങ്കിലും സാമൂഹികമായി വിജയിക്കുമ്പോൾ തുടർച്ചയായി തൊട്ടടുത്ത് കിടക്കുന്ന എല്ലാ തരിശ് ഭൂമികളിലേക്കും അതതിടത്തെ
ജനങ്ങളുടെ കൂട്ടായ്മ ഉണ്ടാക്കിക്കൊണ്ട് അതിനെ തരിശുരഹിത മേഖലയാക്കി മാറ്റിയെടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. എങ്കിലും നമുക്കറിയാം 1 ഏക്കർ കൃഷി എന്നുള്ള തരത്തിലേക്ക് ചെയ്യുമ്പോൾ ഒരു 80 പറ നെല്ല് കിട്ടുന്ന തരത്തിലേക്ക് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കൊട്ടാരക്കര, വെട്ടിക്കവല, കുണ്ടറ തുടങ്ങിയ മേഖലകളിലായി പച്ചക്കറി കൃഷികളും ആരംഭിച്ചു. 2016 മെയ് മാസത്തിലാണ് ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ 53ാം വാർഷിക സമ്മേളനം. ന്യൂസ് ബ്യൂറോ, കൊല്ലം. സംസ്ഥാനത്ത് ജനനി ജന്മരക്ഷാ പദ്ധതി അവതാളത്തിൽ. ആദിവാസി അമ്മമാർക്ക് 18ാം മാസം വരെ 1000 രൂപ വീതം നൽകുന്നതായിരുന്നു പദ്ധതി. എന്നാൽ 2015-16 6 കോടി രൂപ പദ്ധതിക്കായി ബജറ്റിൽ വകയിരുത്തിയിരുന്നുവെങ്കിലും 1 രൂപ പോലും ചെലവഴിച്ചിട്ടില്ലെന്നാണ് പരാതി. സംസ്ഥാനത്ത് 2012-2013 ജനനി ജന്മരക്ഷാ പദ്ധതി സർക്കാർ ആരംഭിച്ചത്. ഗർഭിണികളായ ആദിവാസി അമ്മമാർക്ക് 3 മാസം മുതൽ കുഞ്ഞിന് 18 മാസമാകുന്നതുവരെ 1000 രൂപ വീതം മാസം തോറും നൽകുന്നതാണ് പദ്ധതി. ITDP ഓഫീസുകൾ വഴിയാണ് ഈ തുക സർക്കാർ നൽകിയിരുന്നത്. എന്നാൽ കൃത്യമായ പരിശോധനകളില്ലാതെയായിരുന്നു വിതരണമെന്നാണ് ആക്ഷേപം. ചിലർക്ക് കൂടിയാൽ 4 മാസം വരെ ഈ ആനുകൂല്യം ലഭിക്കും. ചില അമ്മമാരാകട്ടെ 2ാമത്തെ കുട്ടിയുണ്ടായിട്ട് പോലും കൃത്യമായി പണം ലഭിക്കാത്തവരുമുണ്ട്. 2015-16 6 കോടി രൂപയാണ് ബജറ്റിൽ പദ്ധതിക്കായി വകയിരുത്തിയത്. എന്നാൽ ഇതിൽ 1 രൂപ പോലും ഇതുവരെ ചെലവഴിച്ചിട്ടില്ലെന്ന് ആദിവാസി ക്ഷേമ സമിതിയുടെ സംസ്ഥാന സെക്രട്ടറി വിദ്യാധരൻ കാണി പറഞ്ഞു. ആ പദ്ധതിയുടെ ഗുണഭോക്താക്കൾക്ക് അതിൻ്റെ പ്രയോജനം ലഭിച്ചിട്ടില്ല. ഇത് സംബന്ധിച്ച് എത്രമാത്രം പൈസ അനുവദിച്ചു കൊടുത്തു എന്നുള്ളതിനെക്കുറിച്ച്, എത്രമാത്രം പൈസ ഡിപ്പാർട്ട്മെൻറ്റിന് അയച്ചു കൊടുത്തിട്ടുണ്ടെന്നോ അവർക്ക് കൈമാറിയിട്ടുണ്ടെന്നോ വ്യക്തമായ ഒരു കണക്കും ഡിപ്പാർട്ട്മെൻറ്റ് സൂക്ഷിക്കുന്നില്ല. അയക്കുന്ന മണി ഓർഡറുകൾ 80%, മനസ്സിലാക്കിയിരിക്കുന്ന 80%-ലധികം മണി ഓർഡറുകളും തിരികെ വരികയായിരുന്നു. പദ്ധതി 3 വർഷം പിന്നിട്ടിട്ടും ആനുകൂല്യം ലഭിച്ചവർ വിരലിലെണ്ണാവുന്നവർ മാത്രം. ഇപ്പോഴും വരുന്ന മണി ഓർഡറുകൾ തിരികെ വരുന്നതല്ലാതെ അർഹതപ്പെട്ടവർക്ക് ലഭിക്കുന്നില്ലെന്നാണ് വ്യാപകമായ പരാതി. ഇതേക്കുറിച്ച് വിജിലൻസ് അന്വേഷണം നടത്തണമെന്നും ആദിവാസി ക്ഷേമ സമിതി മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. എസ് ഷീജ, തിരുവനന്തപുരം.